അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലൊക്കെ എത്തി കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ഈ ഡ്രസ്സ് രാവിലെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാനിപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് ഇതേ സെയിം ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. സോ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് കളിക്കുമ്പോൾ നമുക്ക് കുറേ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടാൽ മാതിരി വഞ്ചിയിലുള്ള യാത്രയാണ്. അപ്പോൾ അത് എങ്ങനെ ഇരിക്കും, എനിക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് എന്താണെന്ന് കാണാം. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ കയറിയപ്പോൾ അവിടെ കുറച്ച് ഹിസ്റ്ററീസ് കാര്യങ്ങളൊക്കെ അവിടെ വാളിൽ വെച്ചിട്ടുണ്ട്. അവിടുത്തെ രാജാവിന്റെയും കാര്യങ്ങളൊക്കെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ബ്രീഫായിട്ട് നമുക്ക് അത് എന്താണെന്ന് പറഞ്ഞു തന്നിട്ട് നമ്മൾ അതിന്റെ ശേഷം അതിന്റെ ഉള്ളിലേക്ക് തന്നെ കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കടകളാണ്. അപ്പൊ നമുക്ക് ഒരു എക്സിബിഷൻ പോലെ തന്നെ അതിൽ തന്നെ നമ്മൾക്ക് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, ഡ്രസ്സ് ഉണ്ടാവും, അങ്ങനെ പല പല ഐറ്റംസുകളുടെ ഫുൾ കടകളാണ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ പോണത് വഞ്ചിയിലൂടെയാണ് പോകണം. എന്നിട്ട് തിരിച്ച് നമ്മൾ നടന്നിട്ട് വരും. ഈ കടകളെല്ലാം കണ്ട് ചുറ്റി നടന്ന് അങ്ങനെ വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു എൻട്രൻസ്. അപ്പൊ നമ്മളിവിടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടുന്ന് മുതൽ തന്നെ ചെറിയ ചെറിയ കടകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് നമ്മൾ കയറുന്നതിന് തന്നെ നമുക്ക് ഇങ്ങനെ വഞ്ചികൾ അവിടെ ഉണ്ടെങ്കിൽ ഉള്ളതനുസരിച്ചാണ് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും വലിയ ഗ്രൂപ്പായിട്ട് വന്ന കാരണമുണ്ട് ഒരു 5 പേരാണെങ്കിൽ വലിയ ബോട്ട് അങ്ങനെ വഞ്ചി അനുസരിച്ചിട്ടാണ് നമ്മൾ ആൾക്കാരൊക്കെ വഞ്ചികളിലേക്ക് കയറുന്ന ഏരിയ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ലൈറ്റ് റോസ് കളറിലുള്ള ഒരു വഞ്ചിയാണ് കിട്ടിയിട്ടോ. അത് കാണാൻ തന്നെ ഭയങ്കര ലുക്കുള്ള വഞ്ചി എന്നൊക്കെ പറയില്ലേ. എനിക്ക് അവിടെയുള്ള എല്ലാ വഞ്ചിയേക്കാളും ഏറ്റവും ഇഷ്ടം ഈ ബോട്ട് തന്നെയാണ് കേട്ടോ. നല്ല ക്യൂട്ടാണ്. അങ്ങനെ നമ്മളിതാ നമ്മുടെ യാത്ര തുടർന്നു. അപ്പൊ ഇതിന്റെ സൈഡിൽ കൂടി ചുറ്റും നമുക്ക് തന്നെ കാണാം ഈ ഓലപ്പര പോലെ നമ്മൾ കാണുന്ന സംഭവങ്ങൾ മൊത്തം കടകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല ഓൾമോസ്റ്റ്. അതായത് ഡ്രസ്സുകള്, ജ്യൂസ്, ഡ്രിങ്ക്സ്, മറ്റേ കോക്കനട്ട് ഒക്കെ ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ അവിടെ. അപ്പോൾ കോക്കനട്ടിന്റെ കുറെ ഐസ്ക്രീമും അതുപോലെ തന്നെ അതിന്റെ ജ്യൂസും പിന്നെ പല ടൈപ്പുള്ള ഐസ് ടീ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം കുറെ ഡ്രസ്സുകളുടെ കട അങ്ങനെ എനിക്കിടെ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പോകുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട കുറച്ച് വൈറലായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് നമുക്ക് ഈ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കിട്ടും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ കഴിക്കാൻ പറ്റും, എന്തൊക്കെ കിട്ടും, ഇവിടെ എന്തൊക്കെ ഇങ്ങനെ എത്ര റേറ്റ് ആവും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ ഭയങ്കര ആകാംക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും പോണത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇഷ്ടമാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിതിന് വണ്ടി ആയിട്ട് നമ്മളത് ആ വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോണ വഴിക്കുമ്പോഴടിക്കുക ഇങ്ങനെ ഫോട്ടോ ക്ലിപ്സ് ഒക്കെ ആൾക്കാർ എടുക്കണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്കത് തിരിച്ചു വരുമ്പോൾ നമുക്കത് ഫോട്ടോ പ്രിന്റ് എടുത്തിട്ട് നമുക്ക് തരും. അപ്പം നമുക്കത് വേണമെങ്കിൽ മേടിക്കാം അല്ലെങ്കിൽ മേടിക്കേണ്ട അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഞങ്ങൾ വഞ്ചിക്ക് ഇറങ്ങിയപ്പോൾ ഇതാണ് അതിന് പുറത്തേക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ കടകൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ കുറേ പെയിന്റിങ്സ് കാണാം, കുറേ സോവനീഴ്സ് കാണാം. അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ കടകൾ. ഇപ്പോൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റുള്ള ഫസ്റ്റ് ഐറ്റം നമ്മൾ എടുക്കുകയാണ്. അതായത് മാംഗോ സ്റ്റിക്കി റൈസ് ആണ്. ഇത് ഈ പാച്ചൂർ പോലത്തെ കുറച്ച് ചോറിൽ മാംഗോസ് ഇങ്ങനെ പഴുത്തും അങ്ങ് കട്ടി കെട്ടുള്ള സംഭവം കേട്ടോ. അപ്പൊ ആദ്യം കഴിച്ചപ്പോ ഫസ്റ്റ് പീസിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കഴിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല സാധനം ഒരാളുടെ എനിക്ക് ഓൾറെഡി പാച്ചോറൊക്കെ ഇഷ്ടമാണ്. സോ അതിൻ്റെ കൂടെ മധുരം കൊണ്ടിട്ട് വരുമ്പോൾ അവൾക്കത് ആദ്യം കഴിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതായിരുന്നു നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് വൈറൽ ഡിഷ്. സോ മാംഗോ സ്റ്റിക്കി റൈസ് ഇത് ഞങ്ങൾക്കൊരു 9/10 അപ്പം നമുക്ക് റേറ്റിംഗ് കൊടുക്കാം, നല്ലതാണ്. അടുത്തായിട്ട് നമ്മൾ കഴിക്കാൻ പോയത് കോക്കനട്ട് ഐസ്ക്രീമാണ്. ആദ്യം ടേസ്റ്റ് ചെയ്തത് ജോഷുവാണ് കേട്ടോ. ഇതിന്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജെല്ലി പോലത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. പനന്തുങ്ങിന്റെ എന്തെങ്കിലും ആണോ നിങ്ങൾ ഡൗട്ട് അടിച്ചു, പക്ഷെ ഞങ്ങൾക്കത് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല. പക്ഷെ ഐസ്ക്രീം വാസ് റിയലി ഗുഡ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവെ കോക്കനട്ട് അത്ര ഇഷ്ടമല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനത്തെ ഒരു നോർമൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധാ കോക്കനട്ട് ഐസ്ക്രീം തന്നെ ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിന് 10/10 കൊടുക്കാം. അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചതാ. പിന്നെ നടന്നു പോയിട്ട് അടുത്തതായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്ന സാധനം എന്ന് വെച്ചാൽ അതിലെനിക്ക് പോണത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണെന്ന് ആൾക്കാർ പറയുന്ന കൊക്കഡോയിൽ കഴിക്കാനാണ്. അപ്പോൾ കൊക്കഡോയിൽ ഞാൻ ചെറിയൊരു പീസ കഴിച്ചുള്ളൂ, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പപ്പയും സീക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മേൻ്റെ ശേഷം പിന്നെ ട്രൈ ചെയ്യാൻ പോയില്ല. അപ്പോൾ സീക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ശേഷം ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് പിന്നെ അവള് പുൽച്ചടി കഴിക്കാൻ പോയിട്ടോ. അത് അവൾ മാത്രം തന്നെ കഴിക്കാൻ പോയുള്ളൂ. അതും അവൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ അങ്ങനെയാണ് നമ്മുടെ കൊക്കഡോയിലും പുൽച്ചാടിയും മാത്രം. പിന്നെ വേറെ ഇൻസെക്ട്സ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോയില്ല. ചാടി കഴിച്ചപ്പോൾ സീക്ക് ചെയ്ത് കുഞ്ഞെ മീൻ കഴിക്കുന്ന ഫീൽ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആണെന്നുള്ള നിന്റെ അഭിപ്രായം കേട്ടിട്ട് വേണം. നമ്മൾ അടുത്തായിട്ട് ട്രൈ ചെയ്തത് ഐസ് ടീ ആണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഐസ് ടീ നല്ലതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ ഐസ് ടീ പറഞ്ഞ് മേടിച്ചു. തായ് ഐസ് ടീ എന്നായിരുന്നു അതിന്റെ പേര്. ഇതൊരു ചായ ഓൾറെഡി തായ്ലൻഡ് ചായ ഞങ്ങൾക്ക് കഴിച്ചിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതേ അവസ്ഥ തന്നെയായിരുന്നു ആ ഒരു ഐസ് ടീക്കും ഉണ്ടായിരുന്നേ. അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല.
ഒരു മരുന്ന് കപ്പ് സിറപ്പ് പോലത്തെ ഒരു മരുന്ന്. ഞങ്ങൾക്കധികം ഇഷ്ടപ്പെട്ടില്ല, കുറെ കഷ്ടപ്പെട്ടൊരു പകുതിയോളം കുടിച്ച് തീർത്തു നമ്മൾ ഓർഡർ ചെയ്ത് വെള്ളം പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ സ്ട്രോ വെച്ച് കുടിക്കുമ്പോൾ പക്ഷെ അത് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമായില്ല. ആണെങ്കിൽ ഒരു 4/10 കൊടുക്കാൻ റേറ്റിംഗ്. ഇത് ഇപ്പോഴും ഇവിടെ കയ്യിലിരിക്കുന്നുണ്ട്. ഐസ്ക്രീമിൽ വെച്ച സാധനങ്ങൾ തന്നെയാണോ അതിൽ കിടക്കുന്നത്? അല്ലല്ലോ. സൈഡിൽ കാണുമ്പോൾ സെന്റഡ് സോപ്സ് ആണല്ലോ, അത് പല ഷേപ്പിലൊക്കെ ആയിട്ട് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നാളികേരം തരാം നിനക്ക്. ഇതൊക്കെയാണ് നമ്മുടെ പട്ടായത്തെ വിശേഷങ്ങൾ. അപ്പം നമ്മളിവിടെ ഇങ്ങനെ കുറേ ഐറ്റംസുകൾ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ചുറ്റിക്കറിഞ്ഞ് കണ്ടു കഴിഞ്ഞു ഓൾമോസ്റ്റ്. നമ്മളതിൽ ആകെ ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് വന്നത് നമ്മൾ മേടിച്ച 2 ഡ്രിങ്ക്സ് ആയിരുന്നു. അത് രണ്ടും എനിക്കത്ര ഇഷ്ടമായില്ല. ബാക്കിയൊക്കെ അടിപൊളി തന്നെയായിരുന്നു. കുറേ നടന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രൻസ് ശരിക്കും ഒരു ബോട്ടിൻ്റെ ഷേപ്പാണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുള്ളത് തന്നെയാണ്. അതെല്ലാം ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ടിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാണുള്ളത് നമുക്ക് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ എൻട്രൻസ്. നല്ല ഭംഗിയിൽ കാണാം, നല്ല ബോട്ടിന്റെ ഷേപ്പിലൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലോട്ട് മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങി. അടുത്തിട്ട് നമ്മൾ പോകാൻ വേണ്ടി തായ് മസാല. Strive for greatness.